പിന്നെ എല്ലാവർക്കും ഒരു നെവർ മൈൻഡ് ആണ്. എനിക്കില്ലാത്തൊരു വിഷമം അവൾക്ക് വേണ്ടല്ലോ, ഞാൻ ആ ഒരു സിറ്റുവേഷൻ കടന്നത്, എനിക്കില്ലല്ലോ ഒരു വിഷമം, പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ അവള് വിഷമിക്കേണ്ട കാര്യം. ഇന്നത്തെ കാലത്ത് ജനറേഷൻ നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, നമുക്കൊരു നല്ല ലൈഫ് കിട്ടണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. കുട്ടികളുടെ ഒരു മെന്റൽ ഹെൽത്ത് എടുക്കുകയാണെങ്കിൽ തന്നെ ചെറിയ ചെറിയ മൈന്യൂട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഓവറായിട്ട് ആൻസൈറ്റി അല്ലെങ്കിൽ പാനിക് ആവുക, സ്ട്രെസ്ഡ് ആവുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കുട്ടികളിൽ തന്നെ അത് അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ആ ചൈൽഡ്ഹുഡിൽ തന്നെ ഈ ഒരു മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് നൽകി ആ ഒരു മെന്റൽ ഹെൽത്ത് അവർക്ക് നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ പാരന്റിങ്ങിലൂടെ നൽകിയിട്ട് വേണം. മെന്റൽ ഹെൽത്ത് എന്നുള്ളത് എല്ലാവർക്കും അറിയുള്ളൂ, പക്ഷെ അതിന്റെ ലെവല് അത് ഏത് ലെവലിലാണെന്നുള്ള കാര്യമൊന്നും അവർക്കറിയില്ല. മെന്റൽ ഹെൽത്തിന് ഡീപ്പായിട്ട് അറിയാത്തത് കൊണ്ട് ഒരു മിസ്യൂസിങ് നടക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു നെവർ മൈൻഡ് ആണ്. എനിക്കില്ലാത്തൊരു വിഷമം അവൾക്ക് വേണ്ടല്ലോ, ഞാൻ ആ ഒരു സിറ്റുവേഷൻ കടന്നത്, എനിക്കില്ലല്ലോ ഒരു വിഷമം, പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ അവള് വിഷമിക്കേണ്ട കാര്യം. ഒരു സാധനം ഉണ്ട്, മിസ്ലീഡ് ചെയ്യുന്ന സംഭവം കൂടെ. ഇപ്പൊ എനിക്കുണ്ടായ ഒരു അനുഭവത്തിന്റെ പുറത്ത് ഞാൻ എന്റെ റെഡ് ഫ്ലാഗ് ക്രിയേറ്റ് ചെയ്യും. അത് നമ്മൾ സൊസൈറ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് തന്നെയായിരിക്കും റെഡ് ഫ്ലാഗ് എന്നില്ല. അത് പക്ഷെ ഈ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് അവർ വിചാരിക്കണം ഈ ക്യാരക്ടർ ഉള്ളവരൊക്കെ നമ്മൾ കെയർ ചെയ്യേണ്ട ആളുകളാണ്. അവർ നമ്മള് ഒരു പാർട്ട്ണർ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്, അതിൽ ഫുൾ ആക്കാൻ അപ്പൊ ഓക്കെ ഇയാൾ വേണ്ട ആ സാധനം വരുന്നുണ്ട്.